ഹലോ ജനങ്ങളെ, പിന്നെ നമ്മുടെ ഇന്നത്തെ വർക്കിൻ്റെ ഒരു ഇത് ഇടാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ നമുക്ക് ഇന്ന് വർക്ക് നടക്കുന്നത് നമ്മുടെ പുല്ലൂരാമ്പാറ പറഞ്ഞ സ്ഥലത്തോട്ടോ. ചിലപ്പോൾ ഈ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ പെട്ടൊരു സ്ഥലമാണ്. അതായത് മുക്കത്തുനിന്ന് കുറച്ച് ദൂരം ഉള്ളിലേക്ക് കയറണം, അങ്ങനത്തെ ഒരു ഏരിയയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ വീട്ടുകാർക്ക് ഭയങ്കരമായിട്ട് പന്നിയുടെ ശല്യം, അപ്പോൾ അവർക്ക് ഈ കൃഷി കാര്യങ്ങളൊക്കെ നശിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കിന്ന് ആ ഒരു തോടിൻ്റെ സൈഡിലാണുള്ളത് വർക്ക്. അപ്പോൾ കുറച്ച് റിസ്ക് എടുത്തിട്ടുള്ളൊരു വർക്കായിരുന്നു. എന്താ വെച്ചാൽ ഇതുപോലെ ഈ നെറ്റ് കാലുകളൊക്കെ കുഴിച്ചിടാനും അതുപോലെ ആയിട്ട് കണ്ട ഒരു ഗ്യാപ്പില്ലാത്ത രീതിയിൽ വേണം ചെയ്യാമെന്ന് പറഞ്ഞു. പന്നി തീരെ കടക്കരുത് പറഞ്ഞു. പക്ഷെ ഇത്രയും ഇതുപോലത്തൊരു സ്ഥലമൊക്കെ ആയപ്പോൾ തന്നെ നമുക്ക് സ്ഥലം സത്യം പറഞ്ഞാൽ ഈ സൈറ്റ് വന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ല എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ നമ്മൾ ഇന്ന് വർക്കിന് ഇപ്പോൾ 3 ആൾ, സാധാരണ ഇതിങ്ങനെ ഒരു ഇത്ര വർക്ക് ചെയ്യുമ്പോൾ ഒരു 2 ആളുടെ വർക്കൊക്കെ വരുള്ളൂ. പക്ഷേ സ്ഥലം കുറച്ച് റിസ്ക്കി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഏരിയയിൽ തന്നെ നമുക്കറിയാം, ഈ ഏരിയയിൽ കൂടുതൽ ഇതുപോലെ പാറയും അതുപോലെ തോട് ഒക്കെ ഇങ്ങനെയുള്ള സൈഡൊക്കെയാണ് ഈ പുല്ലൂരാമ്പാറ പറഞ്ഞ സ്ഥലം. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും ചിലപ്പോൾ അറിയുന്നുണ്ടാവും. നമ്മൾ ഈ തിരുവമ്പാടി അങ്ങനെ അതുപോലെ തന്നെ തുഷാരഗിരിക്കൊക്കെ വരുന്നൊരു റൂട്ടാണ്. മലയോര ഹൈവേ, നല്ല അടിപൊളി റോഡാണ്. അപ്പം ഓരോ സ്റ്റെപ്പ് വരുന്നതാണിത്. അപ്പോൾ ഈ സ്റ്റെപ്പ് വരുന്ന സ്ഥലത്ത് സെപ്പറേറ്റ് വലിയൊരു കാല് വെച്ചിട്ട് ഗ്യാപ്പുകൾ ഇല്ലാത്ത രീതിയിൽ കംപ്ലീറ്റ്. പിന്നെ അതുപോലെ നല്ല വൈബുള്ള സ്ഥലം കേട്ടോ ഈ ഏരിയ ഒക്കെ. ഇവിടെയാണ് മറ്റേ നമ്മുടെ മൊയ്തീൻ്റെ പുഴയൊക്കെ ഉണ്ട് ഇവിടെ. നല്ല ഇറങ്ങി കുളിക്കാനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ നമുക്കിതിന് ഉപയോഗിച്ചിട്ടുള്ളതേ ഒരു കമ്പിയാണെന്ന് വെച്ചാൽ ടാറ്റയുടെ കമ്പിയാണ്. അതായത് 4 ഇഞ്ചാണ് ഈ ഇതിൻ്റെ ഗ്യാപ്പ് വരുന്നത് ഈ കമ്പിയുടെ. ഇനിയിപ്പോൾ ഇതിൻ്റെ 3 ഇഞ്ച് ഗ്യാപ്പ് വരുന്നുണ്ട്, അതുപോലെ 2 ഇഞ്ച് ഗ്യാപ്പൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ റേറ്റിനനുസരിച്ചാണ്. അപ്പോൾ ഈ 4 ഇഞ്ച് കെട്ടിയാലും ഏത് കെട്ടിയാലും വലിയ ജന്തുക്കളൊന്നും കിടക്കില്ല. പിന്നെ 3 ഇഞ്ചാകുമ്പോൾ ഒന്നും കൂടിയും ഈ കണ്ണി അകലം ഒന്ന് ചെറുതാകുമ്പോൾ അതിനനുസരിച്ചിട്ട് ഒന്നും കൂടി സ്ട്രെങ്ത്ത് കൂടും. പിന്നെ അതുപോലെയൊക്കെ തന്നെ വെള്ളം വരെ പറമ്പ് പോകാനുള്ള ഒരു ഗ്യാപ്പ് വേണം പറഞ്ഞുകൊണ്ട് ഇവിടെ ചെറിയ ഗ്യാപ്പ് ഇട്ട് കൊടുത്തതാണ്. അവിടെ ഞാൻ ഒരു വലിയ നെറ്റോ അങ്ങനെ എന്തെങ്കിലും വെച്ചടക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതാണ് ഇപ്പോൾ ഇതിനോട് ചേർന്നിട്ടാണ് ഒരു മീൻ വളർത്തുന്ന ഒരു കുളമുണ്ട്. ഇവർ ഉണ്ടാവും ഇപ്പോൾ തോട്ടിൽ നിന്ന് ഒരു പൈപ്പ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വേറെ ഒരു ചെറിയൊരു കുളമാണ്. അപ്പോൾ അതിന് മീൻ വളർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ആ പൈപ്പിൽ കൂടെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഈ തോട്ടിൽ വെള്ളം എപ്പോഴും നിൽക്കുന്നത് അതുവരെ ഇതിലേക്ക് വെള്ളം വന്ന് ചാടിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ അടിയിൽ നിന്ന് ചെറുതായിട്ട് വെള്ളം പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ ഇന്നത്തെ വർക്ക്. അപ്പോൾ ഏകദേശം ഇന്നത്തെ വർക്കൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടുന്ന് പോന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 3-3.5 മണിക്കൂർ റണ്ണിങ് ഉണ്ട് നമ്മുടെ നാട്ടിലേക്ക് എത്താൻ. ഇപ്പോൾ തന്നെ അങ്ങോട്ട് പോന്നാലാണ് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നാട്ടിലേക്ക് എത്തുള്ളൂ. പുലർച്ചെ 5 മണിക്ക് പോന്നാണേ. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ വർക്കും കാര്യം ആവശ്യമുള്ള ആൾക്കാരൊക്കെ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ മറ്റേ ഇതിലാണ് നമ്പർ ഞാൻ പറയാം, 97 47 04 05 12 ഇതാണ് മറ്റേ നമ്പർ. അപ്പോൾ ഇതുപോലത്തെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അതുപോലെ എന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും ഇതുപോലത്തൊക്കെ ചെയ്യാതെ ഇന്നത്തെ കാലത്ത് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഈ പന്നികളുടെ ശല്യം അത്രയ്ക്ക് അധികമായിരിക്കണം. പക്ഷേ പന്നികളെ നമ്മൾ കുറ്റം പറയില്ല കേട്ടോ. പന്നി ഇപ്പോൾ നമ്മുടെ ദൈവമെന്ന് പറഞ്ഞ മാതിരിയാണ്. എന്താ വെച്ചാൽ പറ്റുള്ള കാരണം ഇപ്പോൾ ഈ പണിയൊക്കെ കിട്ടുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ പണിയൊക്കെ കിട്ടുമോ?